പ്രിയമുള്ളവരെ നമസ്കാരം. നമുക്ക് ഇന്ന് കഥയല്ല ഇത് ജീവിതം എന്ന് പറയുന്ന ഒരു കഥയിലേക്ക് കിടക്കാം. ആ കഥ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു കഥയാണ്. ആ തിരുവനന്തപുരത്തുള്ള കഥ നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് ആ ഒരു അഭിപ്രായ പ്രകടനത്തിനൊന്ന് കേട്ടതിന് ശേഷം ബാക്കി മറുപടി ഞാൻ പറയാം. ഒന്ന് കേൾക്കും. എന്ത് ചെയ്യും? സൗണ്ടില്ലല്ലോ. ഡിസിഷൻ ഇപ്പോഴും ആ മേക്കേഴ്സിനോട് ചോദിച്ചാൽ അന്ന് ഞാനൊരു ഡിസിഷൻ എടുത്ത് അയാൾ അന്ന് ഔട്ട് ആണെന്നുള്ളത് ഇപ്പോഴും പറയും. അന്ന് ജുനൈസ് സ്റ്റാൻഡ് എടുത്തിരുന്നെങ്കിൽ അയാൾ ഔട്ടാണ്. ഞങ്ങളെ ഫിസിക്കൽ അസോൾട്ട് ആ ഗെയിമിന്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ഡിസിഷൻ എടുത്തെങ്കിൽ അയാൾ ഔട്ടാണ്. അപ്പം ഞങ്ങള് ഗിഫ്റ്റ് ചെയ്തൊരു കപ്പ് തന്നെയാണ്. അപ്പൊ അത് വെച്ചിട്ട് ആ ഗിഫ്റ്റ് എനിക്ക് തിരിച്ചെടുക്കണമെന്നില്ല. സന്തോഷത്തോടെ അങ്ങനെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു കപ്പാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിരുന്ന ഈ ഷോയൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളൊക്കെ ചെയ്ത വോട്ടെല്ലാം പാഴായി. ഇതെനിക്ക് ഗിഫ്റ്റ് തന്നതാ. ആരാന്നറിയാവോ? തിരുവനന്തപുരത്തുള്ള എൻ്റെ സുഹൃത്തെനിക്ക്, പേര് ഞാൻ പറയത്തില്ല, പേര് പറഞ്ഞാൽ കൊണ്ട് കേസ് കൊടുക്കും. കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ നമ്മുടെ സൈബർ പോലീസിന് നോക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് സാധാരണ ഉള്ള ഒരു പോലീസ് സ്റ്റേഷനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ കേസുകളും പ്രശ്നങ്ങളും നടക്കുന്നത് സൈബർ പോലീസിലാണ്. അപ്പോൾ അവിടെ രാവിലെ തൊട്ട് തിരുവനന്തപുരത്തുള്ള ഒരാൾ പോയിരിക്കും. കേസ് സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇട്ട കേസ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കേസ്, പേര് പറഞ്ഞില്ലെങ്കിൽ പോലും കേസ്. അപ്പോൾ ഈ ഗിഫ്റ്റ് തന്ന ആൾ പറയുന്നത്, ഈ അന്ന് ബിഗ് ബോസിൽ വെച്ചിട്ട് ഞാൻ ഒരു വാക്ക് ലാലേട്ടനോട് പറഞ്ഞിരുന്നെങ്കിൽ, ഒരു വാക്ക് മേക്കേഴ്സിനോട് പറഞ്ഞിരുന്നെങ്കിൽ അപ്പം ആ നിമിഷം എന്നെ പുറത്താക്കാൻ വേണ്ടി അവരിരുന്നതാണ് കാര്യം. അത് സത്യമാണ്, അത് പരമമായ യാഥാർത്ഥ്യമാണ്. എന്നെ ഏത് വിധേനയും പുറത്താക്കണമെന്ന് ആഗ്രഹിച്ച ആൾക്കാർ ശോഭയ്ക്കൊരു കപ്പ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുണ്ടല്ലോ അതിനകത്ത്. പ്രിയപ്പെട്ടവർ ഒരുപാടുണ്ടായിരുന്നല്ലോ അന്ന്. ആ പ്രിയപ്പെട്ടവരുടെ വാക്കും വിശ്വസിച്ച് അകത്തോട്ട് പോയ ഒരാളാണല്ലോ. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവർ ഒരുപാട് ആഗ്രഹിച്ചു. എന്താടീ ശോഭേ നീ ആ കാലമാടനെ പുറത്താക്കാൻ ഒരു അവസരം കിട്ടിയിട്ട് നീ പുറത്താക്കാതിരുന്നത്? അതിനാണ് ബുദ്ധി വേണമെന്ന് പറയുന്നത്. അതില്ല. തലയ്ക്കകത്ത് കള്ളിമണ്ണാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് തല കുറേയെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത്, അതുമില്ല. ഇനി മറ്റൊരു രസകരമായ കാര്യം, 1999 വേൾഡ് കപ്പ് ആണെന്ന് തോന്നുന്നു, ഓസ്ട്രേലിയ അടിക്കുന്ന സമയത്ത് നമ്മുടെ ഹെർഷൽ ഗിബ്സ് സ്റ്റീവേർഡ് ഒരു ക്യാച്ച് കളഞ്ഞു. 99 2003 എന്ന് എനിക്ക് ഓർമ്മയില്ല. 2003 ശരിയാണ്. വർഷം ഞാൻ വിട്ടു. അന്ന് ഹെർഷൽ ഗിബ്സ് സ്റ്റീവോയുടെ ക്യാച്ച് കളയുകയും ആ ക്യാച്ച് കളഞ്ഞതിന് ശേഷം സ്റ്റീവോ ആ മത്സരത്തിൽ സെഞ്ചുറി അടിച്ചു. ആ മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. പിന്നീട് സെമി ഫൈനലിൽ ലാൻസ് ക്ലൂസിനറും നമ്മുടെ അലൻ ഡൊണാൾഡുമായിട്ടുള്ള അവസാന ഓവറിൽ അവസാനം പൊക്കോണ്ടിരുന്നു. ഈ ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സെമി ഫൈനൽ മത്സരം സമനിലയിൽ കലാശിച്ചു. അപ്പോൾ അന്നൊരു നിയമമുണ്ടായിരുന്നു, പ്രാഥമിക റൗണ്ടിൽ വിജയിച്ച ടീമിന് ഫൈനലിലേക്ക് കയറാം. അന്ന് ഹെർഷൽ ഗിബ്സിനോട് സ്റ്റീവോ പറഞ്ഞു, ആ ക്യാച്ചല്ല താഴെയിട്ടത്, കപ്പായിരുന്നു താഴെയിട്ടതെന്ന് പറഞ്ഞു. സത്യമാണ്. പിടിച്ചിരുന്നുണ്ടെങ്കിൽ സ്റ്റീവോ സെഞ്ചുറി അടിക്കില്ലായിരുന്നു, ഓസ്ട്രേലിയ ജയിക്കില്ലായിരുന്നു. പിടിക്കണമല്ലോ, അതാണല്ലോ പ്രധാനം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണണം. പിടിക്കണമല്ലോ. ഞാൻ നനച്ചാൽ ഞാൻ പുലിയെ പിടിക്കും, പക്ഷെ ഉയിര് പോയാലും ഞാൻ നനയ്ക്കമാട്ടെ എന്ന് പറയുന്ന തിരുവനന്തപുരം, ഈ ശോഭ തിരുവനന്തപുരത്തിനോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ വരിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കേൾക്കാം. അതുകൊണ്ട് നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഈ കപ്പ് കണ്ടോ, ബിഗ് ബോസ് സീസണുകളിൽ ഏറ്റവും മനോഹരമായ കപ്പുകളിലൊന്ന് ഈ വീട്ടിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കരയൂ മകളെ പൊട്ടി പൊട്ടി കരയൂ മകളെ. എൻ്റെ പുതിയ കവിതയാണ്. എൻ്റെ പുതിയ കവിതയുടെ പേരാണ് സീസണില് റോബിൻ ഔട്ടാക്കിയതാണ്. രജിതേട്ടന്റെ സീസണിൽ രജിതേട്ടനെ ഔട്ടാക്കിയതാണ്. ഞങ്ങളുടെ സീസണിലും ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിരുന്നു. അഖിൽമാരാർ ചെയ്തിട്ട് അഖിൽമാരാർ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു വിമൻ ഹറാസ്മെന്റ് കേസിൽ വനിതാ കമ്മീഷൻ പുറത്തുനിന്ന് കേസ് എടുത്താണ്. എന്നിട്ടും അഖിൽമാരാറിനെ അവിടെ നിർത്തി. അവിടെ എനിക്ക് വേണമെങ്കിൽ അപ്പം എടുക്കായിരുന്നു, എനിക്ക് സ്ട്രോങ് ആയിട്ട് എടുക്കായിരുന്നു. എനിക്കൊരു വിമൻ കാർഡ് കളിച്ച് എനിക്കൊരാളെ പുറത്താക്കിയിട്ട് എനിക്ക് അവിടെ അടുത്തൊരു കളി കളിക്കണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ ഒരു അവസരം മാത്രമല്ല, പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. റോബിൻ ഡോക്ടർ തങ്കക്കുടം
വിമൻ കാർഡ് എടുത്തിട്ടില്ല. ഞാൻ ഹൗസിനകത്ത് പറഞ്ഞ കാര്യത്തിൽ കേരളത്തിലുള്ള സ്ത്രീ സംരംഭകരെ ആക്ഷേപിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാം നടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവസാനം പോയി ഒരു തത്തയുടെ അടുത്ത് മണ്ടയ്ക്ക് ഒരു തത്തയുണ്ടായിരുന്നു. ആ തത്തയുടെ അടുത്ത് പോയിരുന്ന് കഥ പറഞ്ഞ് ആ തത്ത ഭ്രാന്തെടുത്ത് അവിടുന്ന് 3 തവണ ഇറങ്ങിപ്പോയി. അവിടെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് തന്നെ വിഷമം വന്നിട്ട് ഞാൻ മേളിൽ പോയി എടുത്തോണ്ട് ഇറങ്ങി താഴെ കൊണ്ടുവന്നു. നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടായിരുന്നോ? അവൾക്ക് ഒരു വിരോധമില്ല. കാര്യം എന്താ? സ്നേഹമാണ് അഖിലത്താരം മൂലി. ആ സ്നേഹം വെച്ചിട്ട് ഞാൻ ഈ ശോഭാ തിരുവനന്തപുരത്തിനെ എടുത്തുകൊണ്ട് വന്നു. എൻ്റെ ഈ കൈവെള്ളയ്ക്കുള്ളിൽ ഞാൻ ഇവളെ പോലും എടുത്തിട്ടില്ല. ഇവളെ 10-28 കിലോ ആയി. അങ്ങനെ 10-35 കിലോയുള്ള ആ പാവത്തെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുത്തി നാരങ്ങ വെള്ളം കൊടുത്ത് നിരാഹാരം അവസാനിപ്പിച്ചു. അടുത്ത വീഡിയോ കേൾക്കാം. നല്ല രസമുള്ള പറച്ചിലാണ്. നീ പോണ്ട, നീ അവിടെ ഇരിക്കും. നിന്നെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തല്ല് കൊള്ളുന്ന സ്ത്രീകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ദാ ഇച്ചിരി മുമ്പ് എനിക്ക് കിട്ടിയ ഒരു അടിക്ക് കയ്യും കണക്കും ഇല്ല. മോനെ ഇനി അടുത്ത വീഡിയോ നമ്മൾ കേൾക്കാം. അടുത്ത എന്താ പറയുന്നുണ്ട്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവോ? അയാൾക്ക് ഓർമ്മയുണ്ടാവും എനിക്കറിയില്ല. എല്ലാരും അയാളെ ദേശദ്രോഹിയായിട്ട് മുദ്ര കുത്തി ഭയങ്കര സൈബർ ബുള്ളിങ് ആയിരുന്നു. എനിക്കിതിപ്പം ഞാൻ പറയാൻ കാര്യം എന്നെ ഇത്ര ദ്രോഹിക്കുന്നോണ്ട് ഞാൻ പറയുന്നതാണ്. അന്നും ശോഭാ വിശ്വനാഥ് അയാളെ വിളിച്ചിട്ടുണ്ട്. വേറെ ആര് കൂടെ നിന്നവർ എത്ര പേര് വിളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് അയാളുടെ മാനേജർ സാക്ഷി. അയാള് ഫോൺ എടുത്തിട്ടില്ല. അയാളുടെ മാനേജറാണ്. അത് സത്യമായിരുന്നു. ഞാൻ ഒളിവിൽ പോയതൊന്നുമില്ല. അത് നമ്മൾ കേരള പോലീസിനെ പറ്റിക്കുന്ന മോശമല്ലേ? കാര്യം ജാമ്യമില്ലാത്ത വകുപ്പിട്ട് ഒരു വിവരം കെട്ടവൻ കൊടുത്ത ഒരു കേസിൻ്റെ പുറത്ത് ഒരു കേസെടുത്തു. ആ കോടതിയുടെ വിധിയൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് പോയി അന്വേഷിക്കാം. ആ വിഷയത്തിൽ എന്താണ് കോടതി എനിക്ക് അനുകൂലമായി പറഞ്ഞതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ വിഷയ സമയത്ത് ഞാൻ ഫോൺ മാറ്റി. നമ്മൾ ഒരു മര്യാദ വേണമല്ലോ, നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ എവിടെയാണ് ഒളിവിൽ പോയിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് ബുദ്ധിപരമായിട്ട് മാനേജറെ വിളിച്ചു. കാര്യം എന്നെ പൊക്കാൻ ഞാൻ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പാത്ത് പതുക്കി വിളിച്ചു. ഞാൻ പറഞ്ഞു പറയല്ലേ, എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഒറ്റി കൊടുത്ത് നമ്മളെ അകത്താക്കാനുള്ള പരിപാടിയാണ്. അത് സത്യമായിരുന്നു. അത് സ്നേഹം കൊണ്ടൊന്നുമല്ല വിളിച്ചത്. ഈ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു നമുക്കൊരു മനസ്സുഖം ഉണ്ടല്ലോ. നമ്മൾ ഒരാൾ നശിച്ചു പോകണമെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുത്തന് എന്തെങ്കിലും ഒരു തട്ടുകേട് വരുന്ന സമയത്ത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അപ്പം അന്നേരം വിളിക്കും. അപ്പോൾ ഈ പുറമെ സൈക്കോയായിട്ടൊക്കെ പെരുമാറിയിട്ട് നമ്മുടെ അടുത്തൊരു സ്നേഹമുള്ളതൊക്കെ കാണിക്കും. ഞാൻ ഇത് കാര്യമാകത്തില്ല. കാര്യം എന്തെല്ലാം കാണിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം ഞാനിന്ന് എനിക്ക് കുറേ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ മറുപടി പറയും. നമ്മൾ ഈ ഓൺലൈൻകാർക്കൊന്നും ഒരു കണ്ടന്റും കൊടുക്കണ്ട. എന്തിനാ നമ്മൾ ഇവരുടെ മുമ്പിൽ പോയിരുന്ന കണ്ടന്റ് കൊടുക്കുക? നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഉണ്ട്, നമ്മുടെ പേജുണ്ട്. കേരളത്തിലല്ല, പുറത്ത് വെച്ചിട്ടുള്ള ഒരു പരിപാടിക്ക് നമ്മുടെ ശ്രീനിവാസൻ പൊളിച്ചത് അല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴും അയ്യോ അത് കോമഡി. അത് ഞാൻ പറയാം. സൈബർ ബുള്ളിങ് കൂടുതലായിരുന്നു. ഞാൻ അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്ത് അന്ന് ഞാൻ നിങ്ങൾ എന്റെ ആ വീഡിയോ എടുത്തത് അന്ന് അവിടെ ചേർന്ന് പുറമോള് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ ഞാൻ പോയത്? അഖിൽമാരാറിന്റെ സിനിമയുടെ ലോഞ്ചിന്. അതിന് മുമ്പേയും ഞാൻ അടുത്ത കാലത്തായിട്ട് ചെറിയൊരു വിവാദത്തിലൊക്കെ ഇത് വലിയൊരു കോമഡിയാണ്. ഞാൻ എൻ്റെ പടത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് എല്ലാ ആൾക്കാരെയും അറിയിച്ച കൂട്ടത്തിൽ നമ്മുടെ തിരുവനന്തപുരത്തെ അറിയിച്ചു. തിരുവനന്തപുരം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്കൊരു മെസ്സേജ്, മാപ്പ് പറഞ്ഞാൽ ഐ വിൽ കം ആൻഡ് ചിയർ അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സീറ്റ് ഓഫ് ദ ഓഡിയൻസ് ഓഫ് ദ വേൾഡ് എന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊരു മെസ്സേജ്. ഞാൻ പറഞ്ഞു നീ എന്തോ പ്രാന്തമല്ലോ നിനക്ക്, ഞാൻ എന്തോത്തിനാ മാപ്പ് പറയണ്ടതെന്ന് ഞാൻ ചോദിച്ചു. നീ എന്നോട് ചെയ്തതൊക്കെ നീ മറന്നോ എന്ന് പറഞ്ഞ അടുത്ത മെസ്സേജ്. ഞാൻ വീണ്ടും ചോദിച്ചു നീ എന്തോ ഉദ്ദേശിക്കുന്നത്, കാര്യം എന്തോന്ന് വെച്ചാൽ പറ. ബിഗ് ബോസിലെ കാര്യമാണോ ഈ പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു. ബിഗ് ബോസിൽ വെച്ച് ചെയ്തതൊക്കെ മറന്നോ? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ശോഭയെ നീ പോയി നല്ല സൈക്കാട്രിസ്റ്റിനെ വല്ലതും കാണുക. നീ ബിഗ് ബോസിലെ കാര്യം 2 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പടത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് വിളിക്കുന്ന സമയത്ത് ഞാൻ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന്. ഞാൻ എൻ്റെ സ്നേഹത്തിന് പടത്തിൻ്റെ ട്രെയിലർ ലോഞ്ചിന് വിളിച്ച സമയത്ത് എടുത്ത വായിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറയാതെ ഇവിടെ വരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരണ്ട, നീ ഇങ്ങനെയാണെങ്കിൽ വരണ്ട എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ വരണ്ട എന്ന് പറഞ്ഞ പരിപാടിയിൽ വലിഞ്ഞു കയറി വന്നേക്കുന്നു. ഇതെന്തിനാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ധ്യാൻ ശ്രീനിവാസൻ UK വെച്ച് തൂക്കി വിട്ടല്ലോ. അപ്പോൾ അതിന് എങ്ങനെങ്കിലും 4 ഓൺലൈൻ മാധ്യമങ്ങളുടെ മുന്നിൽ വരണം. ആര് വിളിച്ചാലും എല്ലായിടത്തും വലിഞ്ഞു കയറി പൊക്കോളും. 5 പൈസ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളും വിളിച്ചോ. പക്ഷേ അവിടെ ഓൺലൈൻ മാധ്യമങ്ങൾ വേണം. അവിടെ വന്നിട്ട് ഇതേ കണക്ക് മറുപടി പറയണം. അപ്പോൾ ഇങ്ങനെ വളവളവളാന്ന് പറയാനുള്ള സ്പേസ് എവിടെ കിട്ടിയാലും അവിടെ പൊക്കോളും. അങ്ങനെ എന്തായാലും ഈ പരിപാടിക്ക് വന്നു. അവിടെ വന്ന്
രസമെന്ന് വെച്ചാൽ ആരോ ചോദിച്ചു അഖിൽമാരാരുടെ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വന്നതാണോ എന്ന് ചോദിച്ചു. ഉടനെ അഖിൽമാരാരുടെ പടമാണെന്ന് ആര് പറഞ്ഞു? സത്യമാണ്, ഇത് എൻ്റെ സിനിമയല്ല, ഇത് അഭിഷേക് നായകനായ സിനിമയാണ്, ഞാനതിലൊരു ചെറിയ വേഷമേ ചെയ്തിട്ടുള്ളൂ. അത് ഇപ്പോൾ സെറീനെ എടുത്ത് ഞാൻ ചോദിച്ചു നീ വിളിച്ചോ? അവൾ വിളിച്ചിട്ടില്ല, അവളിപ്പോൾ അവളുടെ ബൂട്ടിക്കിൻ്റെ ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു, അവൾ വിളിച്ചില്ലെന്നാണ് പറഞ്ഞത്. കാര്യം വിളിക്കാൻ പറ്റുമോ? പോയി പ്രാവി നശിപ്പിച്ച് കളയത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാനീ പറഞ്ഞത് ഇങ്ങനൊരു നല്ല മഹാമനസ്കതയാണ് അവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഈ ധ്യാൻ ശ്രീനിവാസന് അന്ന് കൊടുത്ത മറുപടി. ഞാൻ ആ വിഷയം മറുനാടൻ ഷാജനോട് സംസാരിച്ചു. എൻ്റെ പൊന്നടാവുകയെ അയാളിനി പറയാനൊന്നുമില്ല. ഞാൻ പിന്നെ പറഞ്ഞ കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പുള്ളി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കെതിരെ എനിക്കെതിരെയും യു കെയുടെ പ്രസിഡന്റിനെതിരെയും വേണമെങ്കിൽ വിക്ടോറിയ രാജ്ഞിക്കെതിരെയും കേസ് കൊടുക്കും. കാരണം യു കെ ആ നിനക്കെതിരെയും കേസ് കൊടുക്കും, നീ നോക്കിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട്. തിരുവനന്തപുരം അടുത്ത എന്താ പെട്ടെന്ന് തരാത്ത എന്താ? എനിക്ക് റിയാക്ട് ചെയ്യാൻ കൊതിയായിട്ടിരിക്കുക. ബിഗ് ബോസിലായിരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എനിക്ക് മറുപടി കൊടുക്കാമായിരുന്നു. ഇത് എനിക്ക് കുറച്ച് ഇപ്പം തിരക്കുണ്ടായിരുന്നുണ്ട്, നമുക്ക് സമയം കിട്ടിയില്ല. തിരുവനന്തപുരം ഇതേതാ? രാജ്യദ്രോഹം. അയ്യോ ഇത് വേറൊരു കോമഡി അല്ലേ. നമ്മള് ഒരു കാര്യം എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങ് അറ്റാക്കിങ് എന്നുള്ളത് ഒരു കാര്യം. ആൻഡ് ബേസിക്കലി ഈ എന്താ സ്ത്രീകളുടെ കോണ്ടന്റ് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്തിട്ട് യൂട്യൂബ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ. അതുകൊണ്ട് അയാൾക്ക് EMI അടയ്ക്കാൻ പറ്റുമെങ്കിൽ അയാൾ അടച്ചോട്ടെ. നമ്മളിങ്ങനെ നമ്മളെന്താ ചെയ്യണ്ടയോ? ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ആകെ സത്യസന്ധമായി പറഞ്ഞാൽ, അതായത് ഈ 1-2 മാസമൊക്കെ ആവുന്നുള്ളൂ യൂട്യൂബ് എന്ന് പറയുന്ന സാധനത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട്. ഫേസ്ബുക്കിൽ അഭിപ്രായങ്ങൾ പറയുന്നത് സമൂഹത്തോട് സംവദിക്കാനുള്ള എൻ്റെ പ്ലാറ്റ്ഫോമുകളാണ് ഇതൊക്കെ തന്നെ. വലിയ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമായിരുന്ന ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയ സമയം മുതൽ ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് പറഞ്ഞ വേറൊരു കാര്യം, സ്ത്രീകളെ പറ്റി പറഞ്ഞ് കണ്ടന്റിന് റീച്ച് ഉണ്ടാക്കുന്നുണ്ട്. സ്ത്രീ അമ്മയാണ്, സ്ത്രീ സഹോദരിയാണ്, സ്ത്രീ മകളാണ്, സ്ത്രീ സുഹൃത്താണ്, സ്ത്രീ ഭാര്യയാണ്, സ്ത്രീ കൊലപാതകിയാണ്, സ്ത്രീ കുശുംബിയാണ്, സ്ത്രീ കുഴപ്പക്കാരിയാണ്. ഇതെല്ലാം സ്ത്രീകൾക്ക് പറ്റുന്നതാണ്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഞാനാണോ പെണ്ണോ ട്രാൻസ് എന്നോ രാഷ്ട്രീയം നോക്കിയോ മതം നോക്കിയോ അഭിപ്രായം പറയുന്ന ഒരാളല്ല. തിരുവനന്തപുരത്തിനോട് എനിക്ക് പറയാനുള്ളത്, സ്ത്രീകൾക്ക് ഒരു അപമാനമായി മാറരുത്. ഇവിടെ മാനവും മര്യാദയ്ക്കും അഭിമാനബോധത്തോടു കൂടിയിട്ടും കുടുംബമായി കഴിയുന്ന സ്ത്രീകളുമുണ്ട്, ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകളുണ്ട്, ബിസിനസ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അതുകൊണ്ട് ഈ സ്ത്രീ ഞാൻ വിമൻ കാർഡ് ഇറക്കുന്ന ആളല്ലേ കേട്ടോ, ഞാൻ വിമൻ കാർഡൊന്നും ഇറക്കാനില്ല, അങ്ങനെ ചെയ്യരുത്. ആ പരിപാടി ഉപേക്ഷിക്കണം. സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് തിരുവനന്തപുരത്തുള്ള അച്ഛനെ അമ്മയൊക്കെ പോയി കണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി, പ്രായമായ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി, സ്വന്തം കാര്യം മാത്രം നോക്കി സ്വാർത്ഥയായി ജീവിക്കാതെ കുശുമ്പും കുന്നായ്മയൊക്കെ വെടിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കും. ഞാൻ നിന്നെ തല്ലുന്നാളെന്നാ പറഞ്ഞത്. എല്ലാവർക്കും അറിയാം നിങ്ങൾ എന്നെ എടുത്തിട്ട് അടിക്കുന്നത്. തങ്ങും പൊന്നും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർ സത്യം പറഞ്ഞത്. മക്കളെ നിങ്ങൾ തന്നെ ക്യാമറ തുറന്നെടുത്ത് എല്ലാരെയും കാണിക്കില്ലേ? അച്ഛൻ്റെ മക്കളെ അവർ ഉറങ്ങി. അപ്പം ഞാൻ ഈ രാത്രിയിൽ ഈ വീഡിയോ ചെയ്തത് നമ്മുടെ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാനിങ്ങനെ പറയുമ്പം തിരുവനന്തപുരത്തിനൊരു കണ്ടന്റ് കിട്ടുമല്ലോ. അങ്ങനെ ആ കണ്ടന്റ് കിട്ടുമ്പോൾ നാളെ വീണ്ടും ഓൺലൈൻകാരെ വിളിക്കും. അങ്ങനെ ആ ഓൺലൈൻകാർക്കൊരു കണ്ടന്റ് കിട്ടും. ഓൺലൈൻകാരന്മാരാണെന്നുണ്ടെങ്കിൽ അതിൽ എല്ലാവരും ഇല്ല കേട്ടോ, കുറേ നല്ല പിള്ളേരുണ്ട്, ബാക്കി കുറച്ച് പേരുണ്ട് നാട്ടുകാരുടെ ജീവിതം വിറ്റ് നിന്ന് ജീവിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഓടിപ്പോയാൽ മറുപടിക്കായി കാത്തിരിക്കുന്ന ഭാവി ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ആളുണ്ട്. കേരളത്തിൽ എത്ര ജില്ലയുണ്ടെന്ന് ബിഗ് ബോസ് വെച്ച് ഞാൻ ചോദിച്ചപ്പോൾ അതറിയത്തില്ല. ആനന്ദ്, കേരളത്തിൽ എത്ര ജില്ലയുണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റ് ആവാനാണ് ലക്ഷ്യം. അപ്പോൾ എന്തുവാണ് ഇന്ത്യൻ പ്രസിഡന്റ് എന്നൊന്നും മനസ്സിലായിട്ടില്ല, അതാണ് ഈ പ്രശ്നം. നോക്കിയപ്പോഴത്തേക്ക് ദ്രൗപദി മുർമുവൊക്കെ ഇന്ത്യൻ പ്രസിഡന്റായി. പിന്നെ ആവണമല്ലോ.
കൂട്ടത്തിൽ ആ ധന്യാരാമൻ പറഞ്ഞ കാര്യത്തിനോടൊന്ന് മറുപടി പറയാൻ വല്ല ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ചോദിക്കണം. ആദിവാസികളുടെ ഫണ്ട് തട്ടിച്ചുകൊണ്ട് പോയെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ വിശ്വസിക്കത്തില്ല. കാര്യം അതിന് ഇച്ചിരി ബുദ്ധി വേണം. തട്ടിപ്പും വെട്ടിപ്പും നടത്തണമെങ്കിൽ ബുദ്ധി വേണം. ഞാനതുകൊണ്ട് ശോഭയുടെ കൂടെ, ആദ്യം മുതൽ ഇക്കാര്യത്തിൽ ശോഭയുടെ കൂടെ. ബൈ ബൈ. ഈ കപ്പ് വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാം കേട്ടോ. എന്റെ വീട്ടിൽ ഇരിക്കുന്ന കപ്പ് നിങ്ങൾ കൊണ്ടു. ബൈ ബൈ.